பாகவத தீவண்டி. இது ரசிச்சிருக்கிறவர் வாழைக்குன்னம் நம்பூதிரிங்கிறவர். மலையாளத்தில் பத்திய ரூபா ரச்சனை பண்ணியிருக்க. பாகவதம் 12 ஸ்கந்தங்களை 12 கம்பார்ட்மெண்ட்டில் யார் யார் எப்பப்போ ஏறினா அப்படின்னுட்டு நமக்கு இதில் ரொம்ப அழகாக சொல்லியிருக்கார். இது நமக்கு மலையாளத்தில் இருக்குது. இது நானும் என்னோட அக்கா பிரேமாக்காவும் இங்கே வந்திருக்கா. ஸோ 2 பேருமே இங்கே ஆற்றுல வச்சு ரெக்கார்ட் பண்ணியிருக்கோம். ஸோ எல்லோரும் இதை நல்லா ஆஸ்வதிக்கிறதுக்கு ரொம்பவே அழகாக இருக்கும். 12 கம்பார்ட்மெண்ட்டு தான் நம்ம ஜீவிதத்தை இதை கனெக்ட் பண்ணி அவர் எழுதியிருக்க. எல்லாரும் ஆஸ்வதிங்கோ. ரொம்ப ரொம்ப சந்தோஷம். कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे विश्वास ഭാഗവതമെന്ന തീവണ്ടി സംസാര സാഗര തീരത്തിലോടിക്കുന്നു. വിശ്വാസമുണ്ടെങ്കിൽ കേറാമതിൽ തന്നെ വിശ്വജീവികൾക്കും ഒന്നുപോലെ. വാതാലയേഷന്റെ ഷീട്ട് വാങ്ങി വന്ന ലേധവനും അതിൽ കേറിക്കൂടാം. കള്ളഷീട്ടായി വന്ന് തള്ളിക്കയറിയാൽ തള്ളപ്പെടാമെന്നും തേറിടണം. കേറിനാർ പിന്നാലെ പെട്ടിയിൽ സുതനും മേരിയ ശൗനക തൊട്ടവരും. അപ്പെട്ടിയിൽ തന്നെ മറ്റൊരു സീറ്റിൽ അച്ചുൽ പൊങ്ങും നാരദ വ്യാസന്മാരും. കറ്റക്കാർ വണ്ണനെ കാണുവാൻ കൗതുകം മറ്റൊരു സീറ്റിലെ കുന്തിത്താനും. വിസ്താരമേറിയ മറ്റൊന്നിൽ ഭീഷ്മരും വസ്ത്രക്കിടക്കയിൽ പള്ളിക്കൊള്ളും. എണ്ണമറ്റ രൂപം കൈകൊണ്ടിടുന്നൊരു കണ്ണനും മറ്റൊരു സീറ്റിലേറി. ചുറ്റും മറയുള്ള മറ്റൊരു സീറ്റിന്മേൽ കിടക്കുന്നൊരുത്തറയും. പാണ്ഡവന്മാരും വിദൂരനുമേറിന ദണ്ഡമെന്നെ തത്ത സീറ്റുകളിൽ. അന്ധനാഭൂപനും ഗാന്ധാരി ദേവിയും ബാന്ധവന്മാരൊരു മറ്റൊന്നിലും. ധർമ്മവും ഭൂമിയും ഭിന്നത്തെ സീറ്റിലും നിർമത്സരമെന്നു കേറിക്കൂടി. അക്രമം വിപ്രനോടാർന്ന് ഖേദിക്കുന്ന ചക്രവർത്തി എങ്ങേയറ്റത്തേറി. ഡൽഹിയിൽ നിന്നുള്ള യാത്രക്കാരെങ്ങനെ ഐഹിക ലോകം വെടിഞ്ഞു കേറി. നീലക്കോടി വ്യാസൻ കാട്ടിയപ്പോൾ ശുഗൻ ചാലവേ വണ്ടിയും വിട്ടാൻ വേഗം. പിന്നെ പല പല ലോകങ്ങൾ പിന്നിട്ടു പിന്നത്തെ ആഫീസിലെത്തി വണ്ടി. അപ്പോൾ അവിടെത്താൻ തയ്യാറായി നിൽക്കുന്നു അബ്ജൻ തൊട്ടുള്ള യാത്രക്കാരെ. പിന്നത്തെ പെട്ടിയിൽ രാമെന്നു ശുഗൻ സന്നദ്ധ മൗലിയായോധിക്കേറി. പുത്രനോട് കൂടി ബ്രഹ്മദേവൻ പത്മനേത്രയും അതിൽ കണ്ടിരുന്നാൽ. അങ്ങുനി വണ്ടി പുഷ്പർശമെന്തിയെ തിങ്ങുന്നോടി ഓടി. കാളിന്തി തീരത്തിൽ വെച്ചു വിദൂരനായി മേടിച്ചൊരുദ്ധവൻ തന്നെ കെട്ടി. മൂന്നാമത്തെ പെട്ടിയെ ഇവരുടെ നന്നായ കുട്ടിനാൾ ശുദ്ധമായി. ഉദ്ധവൻ പോയപ്പോൾ മൈത്രേയൻ വന്നതായി യുദ്ധമൂന്നോ കണ്ടാരെല്ലാവരും. 3ലും 4ലും മൈത്രേയൻ വന്നോടെ മിത്രങ്ങളേറി നിറഞ്ഞു പോയി. 5ാമത്തെ നദി തീരത്തിൽ സഞ്ചരിച്ച് വണ്ടി എത്തിയപ്പോൾ മഞ്ചലുമായി പതുക്കെയൊരു വിപ്രൻ 5ാമത്തെ പെട്ടി തന്നെ ഏറി. പിന്നത്തെ പെട്ടിയിൽ ആദ്യമേളൻ പിന്നത്തെ ആഫീസിൽ വെച്ച് കേറി. 7ാമ പെട്ടിയിൽ പ്രഹ്ലാദനേത്രവും ആർത്തനസിംഹനും വന്നു കേറി. കേശവനേറ്റിനാൽ 8ാമ പെട്ടിയിൽ കൃഷ്ണനെന്നെയൊരു നന്ദിയെയും. യാത്രക്കാർക്ക് ആഹ്ലാദം നൽകുവാൻ കേശവൻ ചിത്രമതിൽ തന്നെ പെണ്ണായി നിന്നു. അക്കാളി കേട്ടുടൻ മണ്ടനും കണ്ണനും അതിൽ തക്കം നോക്കി പറ്റി കേറിക്കൂടി.
പെണ്ണായ കണ്ണനെ വാമനനായി മൂക്കണ്ണനായി വെച്ചു തന്നെ കണ്ടാൽ പിന്നത്തെ പെട്ടിയിൽ സൂര്യവംശത്തെയും സോമവംശത്തെയും തെക്കി കേട്ടി. പത്താമത്തെ പെട്ടി നന്ദന്റെ വംശത്തിലാധാരമാടും ബാലനേക്ക് നിർബാധം സർവവും സൃഷ്ടിച്ചു രക്ഷിപ്പത ബാലനെ കരനും കേൾക്കും. ഏവനും നൽപദം ഏവനും തഞ്ചിത്തമഫലമിൽ വെച്ചാൽ കേവലമതോടു മോദിച്ചിടും. ലക്ഷ്മിയോ ഈ ബാലനന്നൂടെ ബാല്യം പക്ഷീന്ദ്രനി ബാലവാഹനമാം. ഗോപികൾ ഗോപന്മാർ ഗോപന്മാർ ഗോപി തൊട്ടൊരുവൻ മൂലം ദുഃഖം. വേണുവായി വന്നാലും നന്നായി എന്നായി കാണുന്നവരൊക്കെ എന്നെ വേണ്ടു. ഗോപശ്രീ വർഗത്തിൽ പെട്ടാലും ആളുന്ന താപത്തിനിക്കിടാമെന്നുമായി പെണ്ണയായി തൈരിൽ പൊങ്ങിക്കളിക്കുവാൻ കണ്ണൻ തങ്ങൾക്കും വരിയുമെന്നായി. നേരായൻ മൗലിയിൽ ഗോപശ്രീ വസ്ത്രമായി തീരാനും താതാവിഴുതിയില്ല. രാസസക്രീഡയിൽ പങ്കുകൊണ്ടിടുവാൻ വാസവ സ്ത്രീകളും മോഹിക്കയായി. തെച്ചിയോ മുല്ലയോ എന്തെങ്കിലുമായി സച്ചിദാനന്ദത്തിൽ വെയിലേറാനും ആരോ കൊതിക്കില്ല. നേരുടെ ചെടുകൾ നേരിടുമെല്ലാവരും ഇങ്ങനെയുള്ള കുട്ടിയെ ദേവകി തിങ്ങനെ പുണ്യത്തിൽ നേടി കുന്നം. പത്താമത്തെ പെട്ടി അപ്പാലനെയാലിനും പുത്തനായി തന്നെ വിളങ്ങിടുന്നു. രാധതൻ കാമാവും ചേരി പ്രകോപവും മാധവ പ്രാപ്തിയിലൊന്നും തന്നെ ഏവമായി വിദ്വേഷം വിട്ട് വിളങ്ങുന്ന ദൈവത്തെ കാണുമോ വേറെ നന്നായി. തൻപൂര യാത്രയും ദ്വാരകാവാസവും തമ്പൂര നന്നായി നടത്തി. പിന്നെ കിട്ടിയ കന്യാകമാരെയും കെട്ടി ഗൃഹസ്ഥന്റെ ധർമ്മമാടി. പാടുവാനൊക്കുന്ന പുണ്യചരിതത്തെ പാടുപടാതെ പരത്തി. പിന്നെ മേളിൽ വിഗ്രഹങ്ങളെ പാണ്ഡവന്മാരെയും ലാളിച്ചു കാലം കഴിച്ചു കൂട്ടി. ഏകാദശ പെട്ടിൽ തന്നെ വെച്ച് കണ്ണൻ ഏകാന്ത ഭക്തിയും ഉപദേശിച്ചു. പിന്നത്തെ പെട്ടിയിൽ ആശ്രയമായിട്ടു തന്നെ താൻ കാണിച്ചു മാറുദേശം. ഇങ്ങനെ ഈ വണ്ടി വൈകുണ്ഠത്തിലെത്തി ഭംഗിയായെന്നും വിലസിടുന്നു. ഇപ്പാട്ടു പാടിയ വാഴകുന്നത്തിനെ കാപ്പാൻ മടിക്കല്ലേ മാറുദേശം. ഇപ്പാട്ടു പാടിയ വാഴകുന്നത്തിനെ കാപ്പാൻ മടിക്കല്ലേ മാറുദേശം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ശരണം.